ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം കൈകൾ കൂപ്പിക്കൊണ്ടൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇത്തിരി ഭക്ഷണം കഴിച്ചുപോയി. വളരെ വികാരാധീനനായിട്ട്, വളരെ ഇമോഷണൽ ആയിട്ട് ഒരു മുഖ്യമന്ത്രി സത്യത്തിൽ ഒരു പത്രസമ്മേളനത്തിൽ പറയേണ്ട രീതി അതായിരുന്നില്ല എന്നാണ് എന്റെ ഒരു നിരീക്ഷണം. അപ്പോ ഞാനൊന്നിടയ്ക്ക് പറഞ്ഞോട്ടെ പറഞ്ഞു. പ്ലീസ്. അതായത് ഇതിനു മുമ്പും ഇദ്ദേഹം ഇത്രയും വികാരാധീനായിട്ട് സംസാരിച്ചത് മുഖ്യമന്ത്രിയെ ചാർജ് എടുത്ത ഉടനെയുള്ള പത്രസമ്മേളനത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ അടിയേറ്റ യൂത്ത് കോൺഗ്രസ് പുതിയ MLA തോമസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടന്ന അതിക്രമണത്തിനെ പറ്റി പറയുമ്പോഴാണ് കണ്ണൊക്കെ നിറഞ്ഞ് വികാരാധീനനായി അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടത്. അപ്പൊ അദ്ദേഹത്തിന് ഈ താങ്കൾ പറഞ്ഞ പോലെ വികാരം, ഇമോഷൻസ്, കരയുന്ന സ്ഥലത്ത് കരയാൻ ഇതൊക്കെ പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നു അല്ലേ? പ്രജിത പറഞ്ഞോളൂ, സോറി ഇടയ്ക്ക് കയറി പറഞ്ഞാണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് എന്താ അറിയാമോ, ഒരു ദുരന്ത സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കത് മറച്ചുപിടിക്കാനൊന്നും കഴിയില്ല. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുത്തിട്ട് 2 മാസമേ ആയുള്ളൂ എന്നുള്ള ഒരു പല എന്താ നമ്മൾ പറയാ ഒരു തടയിടുന്നുണ്ട്. പക്ഷെ അതല്ല, 2018 മുതൽ ഇങ്ങോട്ടേക്ക് നമുക്കറിയാം നിരന്തരം എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളത് വേറൊരു വിഷയമാണ്. അപ്പോ ഇതെല്ലാം കണ്ട് പ്രതിപക്ഷത്തിരുന്ന ഒരാളാണ് ഇപ്പൊ ഭരണപക്ഷത്ത് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അപ്പൊ ഇത് ഉണ്ടാകുന്നതാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയും. പിന്നെ വന്നിട്ട് അദ്ദേഹം എന്തിനാണ് ഇത്തരത്തിലുള്ള നാട്ടിൽ അദ്ദേഹം ചോദിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോ നമുക്കറിയാമല്ലോ, വിരുന്നുണ്ണാൻ പോയതും ഹെലികോപ്റ്ററിൽ പോയതുമാണ് പ്രശ്നമായിട്ടുള്ളത്. സത്യത്തിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചതിനല്ലല്ലോ സംസ്ഥാനത്ത് ആരും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അദ്ദേഹം ഏത് സാഹചര്യത്തിൽ എങ്ങനെയിരുന്നു ഭക്ഷണം കഴിച്ചു എന്നുള്ളതായിരുന്നില്ലേ മാം ചോദ്യം എന്ന് പറയുന്നത്. രാവിലത്തെ കണ്ടിരുന്നോ? ചാനലുകളിലൊക്കെ ക്ലിപ്പിംഗ് കണ്ടിരുന്നു. ഭക്ഷണമില്ല, ആൾക്കാർക്ക് വസ്ത്രമില്ല. തിരുവല്ല ഭാഗങ്ങളിലുള്ള ആളുകൾ പറയുന്നത് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. സ്കൂളുകളിലൊക്കെ ബാത്റൂമിന്റെ സാഹചര്യം നമുക്കറിയാവുന്നതല്ലേ. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഭക്ഷണം ഉണ്ട് പക്ഷേ തുണിയില്ല. വന്ന ഇതില് വെള്ളത്തിൽ കൂടെയൊക്കെ തുഴഞ്ഞ് ചെളിയിൽ കൂടെയൊക്കെ വന്ന അത് ഒട്ടിപ്പിടിച്ച് കിടക്കും, മാറ്റാനൊരു ഇതില്ല. പ്രത്യേകിച്ചും നമ്മുടെ അണ്ടർഗാർമെന്റ്സ്, പുരുഷന്മാരുടെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും അത് ഒട്ടിക്കിടക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു അസ്വസ്ഥത, അസൗകര്യമൊക്കെ നമ്മൾ കണ്ട വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ സതീശൻ പറയുന്നത് ഭയങ്കര ട്രോളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്കൊന്നും ഭക്ഷണം കഴിക്കണ്ടേ? കഴിച്ചോളൂ സഹോദര, മുഖ്യമന്ത്രി നിരാഹാരം കിടക്കണം ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ താങ്കൾ പോയ സാഹചര്യം, താങ്കൾ കഴിച്ച ഭക്ഷണം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കോ, ഇത്തിരി ഒരു വറ്റ് ചോറെടുത്ത് കഴിക്കോ, അല്ലെങ്കിൽ അതിനോടൊപ്പം ഒരു 1-2 കൂട്ടാൻ, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അവിടെ പോയി സന്തോഷിച്ച് ഒരു വിരുന്നിൽ പങ്കെടുക്കുക. ആരുടെ വിരുന്നായിരുന്നു? കുട്ടിയുടെ വായിൽ നിന്ന് ഞാൻ കേൾക്കട്ടെ. യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള ഫൈസൽ ബക്കാഫി തങ്ങളുടെ വീട്ടിലായിരുന്നു എന്നുള്ളതാണ്. പേര് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. അല്ല, ഞാൻ പറയാം കേട്ടോ. അതായത് അദ്ദേഹം ഇപ്പൊ ഉറച്ചിരിക്കുന്ന കസേര ഉറച്ചു തന്നെ ഇരിക്കണമെങ്കിൽ, ഈ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകാണ്ടിരിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? ഈ മുസ്ലിം ലീഗിന്റെ സഹായത്തിലാണ് KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയൊക്കെ പിന്തള്ളിക്കൊണ്ട് അദ്ദേഹം ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഓടി കയറിയിരുന്നത്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവര് വിളിക്കുമ്പോ അദ്ദേഹത്തിന് ഇതൊരു ഓർഡറാണ്. കേരളം മുങ്ങിത്താണ് പോയാൽ പോലും താൻ മുങ്ങിത്താണ് പോവാതിരിക്കണമെങ്കിൽ, തൻ്റെ കസേര ഏറ്റവും ഉയർന്ന സ്ഥലത്ത് തന്നെ വെള്ളം കയറാണ്ടിരിക്കണമെങ്കിൽ അവര് പറയുന്ന സ്ഥലത്ത് ഓടിയെത്തുക അദ്ദേഹം ഉത്തരവാദിയാണ്, ദാസനാണ്. പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപോലെ കണ്ടുകൊള്ളാം, അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ചോളാം എന്നൊക്കെയാണ് സത്യപ്രതിജ്ഞയിൽ പറയുന്നത്. കുറച്ചു നേരത്തേക്കെങ്കിലും അദ്ദേഹം ഞാൻ മറന്നു. അതൊരു വലിയ ട്രോളാവുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ട്രോളാകേണ്ട കാര്യമല്ല. സാധാരണ സാഹചര്യത്തിൽ എവിടെയൊക്കെ പോയി എന്തൊക്കെ കഴിക്കുന്നു. അദ്ദേഹം കോട്ടും സൂട്ടും ഇട്ട് ഇംഗ്ലണ്ടിൽ പോയി നിൽക്കുന്നതിന്റെ പടമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പുനർജനിയുടെ വിഷയത്തോടനുബന്ധിച്ച്. അതൊന്നും ആരും വലിയ കാര്യമാക്കിയില്ല. അത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആരാണ് അന്വേഷിക്കുന്നത്, അത് ക്ലീൻ ചിറ്റും കൊടുത്തു. ആ സമയത്ത് MLA എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്, പറവൂര് ഞാൻ മുഴുവൻ സമയം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 75,000 പേർക്ക് കഴിഞ്ഞ 2018 പ്രളയത്തില് താമസ സൗകര്യം സ്വന്തം മണ്ഡലത്തിൽ ഒരുക്കി, ബാക്കി 75,000 പേര് കൊടുങ്ങല്ലൂർ തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് മാറ്റി താമസിച്ചു. അത്രമാത്രം മോശമായ കണ്ടീഷനിൽ കൂടെ പോയതാണ് പറവൂർ എന്ന് പറയുന്ന സ്ഥലം. അദ്ദേഹം അറിഞ്ഞ വ്യക്തിയാണ്. അതുപോലെ മുഖ്യമന്ത്രി അന്ന് വെറും MLA, മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറന്ന് നടന്ന് ഓരോരുത്തരുടെയും ക്യാമ്പിൽ ചെന്ന്, മുഖ്യമന്ത്രി ഒക്കെ വരുമ്പോൾ അതൊരു പ്രത്യേക ഫീലിംഗാ. ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവർ വളരെ അലേർട്ടാവും, വേഗം തന്നെ സാഹചര്യങ്ങളൊക്കെ മാറ്റി ഏറ്റവും നല്ലൊരു സാഹചര്യം കാണിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തില് നിൽക്കുമ്പോൾ
കേരളം നിൽക്കുമ്പോൾ കേരളം മുങ്ങിത്താണുകൊണ്ടിരിക്കുക. ഇപ്പോഴും തീർന്നിട്ടില്ല പ്രജിത. ഇല്ല. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും 10 ജില്ലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ്. അതെ. അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുള്ളൂ. ഓണപരീക്ഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ. പല സ്കൂളുകളും ആ സാഹചര്യത്തിൽ. അപ്പോ വന്നിങ്ങനെ ഇരുന്ന് കോമാളി വേഷം കെട്ടല്ലേ പ്രിയ സഹോദര എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ. എന്തിനാണ് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ ചെയ്യാൻ പറ്റാത്തതെന്ന് മനസ്സിലെങ്കിലും പറയുക. ഇതിനെക്കുറിച്ച് മിണ്ടാണ്ടിരിക്കുക, ലൈവാക്കി നിർത്തണ്ട. അദ്ദേഹം നല്ലൊരു പൊളിറ്റീഷ്യനാണ് അതെ. അല്ലെ? ഒരു നല്ല പൊളിറ്റീഷ്യൻ ആണെങ്കിൽ അതിനെ ലൈവാക്കി നിർത്താണ്ടിരിക്കൂ. ഇപ്പൊ ഒരു നല്ല ആക്ടർ ആണെന്നും കൂടി വന്നു. അതെ, നമ്മുടെ വീണ ജോർജിനെ കണ്ടുപിടിച്ചാണോ എന്തോ മോണോ ആക്ടിനൊക്കെ സമ്മാനം മേടിച്ചത്. ആ ഒരു പടലി വീക്കം വന്നൊക്കെ ഓർമ്മയില്ലേ? അങ്ങ് ചാടി എണീറ്റിട്ട്. എന്തായാലും പ്രജിത, ജോക്സ് അപ്പാർട്ട്, കേരളം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലർക്കും എന്തുകൊണ്ടാണെന്ന് അറിയില്ല, വസ്ത്രങ്ങൾക്കൊന്നും കഴിഞ്ഞ തവണ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാ കടകളിലും ഇപ്പൊ നമ്മളുടെ മാർക്കറ്റ് റോഡിലുള്ള കടകളിലൊക്കെ ആണെങ്കിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. വന്നെടുക്കൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കൂ എന്നും പറഞ്ഞ് ചെറിയ ചെറിയ കടയുടെ ആൾക്കാർ പോലും, മുതലാളിമാരും പോലും കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുക. നമുക്ക് ആവശ്യമുള്ളത് എടുത്തോണ്ട് നിങ്ങൾ പോയിക്കോളൂ. ഞാൻ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ, അവരുടെ ഇതൊക്കെ ഇട്ടിട്ട്. അപ്പൊ അങ്ങനെ കേരളം പ്രതികരിച്ച സാഹചര്യത്തിൽ ഇന്ന് ഇവിടെ കിടക്കുന്ന റിലീഫ് ക്യാമ്പിൽ കിടക്കുന്ന വ്യക്തികൾക്ക് വസ്ത്രങ്ങൾ കിട്ടുകയില്ല എന്ന് പറയുകയാണെങ്കിൽ സതീഷിന്റെ അനുഭാവികളോ മന്ത്രിമാരോ ആരെങ്കിലും നമ്മളുടെ വീഡിയോ കാണണമെങ്കിൽ അതിന് ഏറ്റവും അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കൂ. കാരണം നനഞ്ഞ വസ്ത്രമായിട്ട് ഇപ്പൊ 2-3 ദിവസമായി ആൾക്കാർ നിൽക്കുന്നു. അതിനെ തുടർന്ന് വേറെയും പല അസുഖങ്ങൾ ഉണ്ടാവും. ഈ മെഡിസിൻസ് അഭാവം വല്ലാതെ അത് ഒന്ന് പറയുന്നുണ്ട്. ഒരു അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് വന്നിട്ടേ ഉള്ളൂ, അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നും തന്നെ എടുക്കാൻ പറ്റാണ്ട് നിപ്പിൽ ഇറങ്ങി വന്ന ആളുകളാണെന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാ തവണയും എന്തുകൊണ്ട് കേരളം ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു എന്നും കൂടെ ഒന്ന് നമുക്ക് ചിന്തിച്ചിട്ട് പോവാം. സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നദികളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എക്കലും മണ്ണലും വാരിക്കളയും. അപ്പൊ അതിന്റെ ഡെപ്ത് കൂടുമല്ലോ. ഇത് എത്ര നാളായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്? പമ്പ മുതൽ വരുന്നതാ. ഓരോ തവണയും വെള്ളം വരുമ്പോൾ അതിനോടൊപ്പം ധാരാളം മണ്ണും കൂടെ ചേർന്നാണ് വരുന്നത്. അത് സമതലങ്ങളിൽ എത്തുമ്പോഴാണ് അവിടെയാണ് അടിഞ്ഞു കിടക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ മുകളിൽ നിന്ന് ഫ്ലോ ചെയ്ത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വെള്ളപ്പൊക്കത്തിന്റെ ഏറ്റവും മാരകമായ കണ്ടീഷൻസ് അനുഭവിക്കുന്നത് സമതലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മലമുകളിൽ ഇപ്പം വെള്ളം കൂടെ കുത്തിയൊലിച്ച് പോകുന്നേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല. സമതലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് പെരിയാർ മുതലുള്ള നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും ദുരിതമുണ്ടാകുന്നത്. സതീശൻ ഇന്നലെയൊക്കെ ആയിട്ടിരുന്ന് പറയുന്നുണ്ട്, ഞാൻ 3 മണിക്ക് ഭക്ഷണം കഴിച്ചുള്ളൂ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. എന്റെ സഹോദരൻ, നിങ്ങൾ കഴിച്ചോളൂ. നിങ്ങൾ വിരുന്നിന് പോയി എന്നുള്ളതാണ് തെറ്റ്. അതൊരിക്കലും കേരളത്തിലെ ജനങ്ങൾക്ക് പൊറുക്കാൻ പറ്റില്ല. എന്ത് സാഹചര്യത്തിലാണ് കേരളം കടന്നു പോകുന്നതെന്ന് അനുഭവസ്ഥനായ ഒരു MLA ആണ് നിങ്ങൾ. അനുഭവിക്കാത്തൊരു MLA ആയിരുന്നെങ്കിൽ ഓക്കെ. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 18 നടന്ന പ്രളയത്തിൽ നിങ്ങൾ നല്ലോണം പ്രവർത്തിച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് നല്ല ഗുഡ് മാർക്ക് തന്നു. പക്ഷെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ ത്രാസ് ഇപ്പോഴൊന്ന് പൊങ്ങിപ്പോയി, നിങ്ങളുടെ ആ വെയിറ്റ് ഒന്ന് കുറഞ്ഞു പോയി. അതോടൊപ്പം തന്നെ കണ്ടില്ലേ എറണാകുളത്ത് നടന്ന ഇട്ടിമാണി എന്തെന്നാണ്, അത് വന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. കേരളം ആകെ കരഞ്ഞ് ബുദ്ധിമുട്ടി ഏറ്റവും പ്രയാസമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചിരിച്ച മുഖം നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ ഇഷ്ടംപോലെ പേരുണ്ട്. ഹൈബിയുഡൻ വന്നിട്ടുണ്ട്, MLA വന്നിട്ടുണ്ട്, ധാരാളം നമ്മുടെ ശ്രീനിവാസിന്റെ മകൻ ടാൻ വന്നിട്ടുണ്ട്, ധാരാളം സെലിബ്രിറ്റീസ് ഉണ്ട്. അവര് പോയിട്ട് ഇനോഗ്രേറ്റ് അവിടെ അദ്ദേഹം പോയി ചിരിച്ചോണ്ട് നിന്നില്ലെങ്കിൽ ആ ഉദ്ഘാടനം മാറ്റിവെക്കുവോ? ഇല്ലല്ലോ. അത് നടക്കും. വെക്കട്ടെ. ചോദിക്കുന്നത് മാം, അദ്ദേഹത്തിന് പറയാമല്ലോ, ഈ സാഹചര്യമാണ്, എനിക്ക് വരാൻ പറ്റില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പോവരുതായിരുന്നു. ഉദ്ഘാടനങ്ങൾക്ക് പോവേണ്ട സമയമല്ല. ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഇൻസ്റ്റാഗ്രാമിലും ചാനലുകളും പേപ്പറുകളിലും വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് ചെയ്യരുതായിരുന്നു. കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിലിരിക്കുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ കത്തിര എങ്ങനെ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റി? ആ കത്തിരയുടെ മുന കുത്തിക്കയറുന്നത് ഹൃദയങ്ങളിലാണ്. അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. സതീശ, മുഖ്യമന്ത്രി, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? കേരളം കരഞ്ഞു വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഇടനെഞ്ചിലേക്കല്ലേ ആ കത്തി കുത്തിക്കയറ്റിയതെന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ അത് ഇനിയെങ്കിലും സതീശൻ ഇതൊന്നും നോർമൽ ആകുന്നത് വരെ ഉദ്ഘാടനം, വിരുന്നുകൾ, കാരണം ഭക്ഷണം കിട്ടാണ്ട് എത്രയും നല്ല സ്ഥിതിയിൽ താമസിച്ചവരും അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ താമസിച്ചവർക്കും ഒന്നുമില്ല. എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ടു. എന്റെ പ്രജിത, 10,000 രൂപ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളം കയറുകയാണെങ്കിൽ. കഴിഞ്ഞ 18 പ്രളയത്തിന് കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്.
അതൊന്നും കൊടുത്തു തീർക്കൂ സതീശ. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. നമ്മുടെ മുഖ്യമന്ത്രി ഹോളണ്ടിൽ പോയിട്ട്, അത് നമ്മുടെ മുഖ്യമന്ത്രി അല്ല, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി സഖാവ് ഹോളണ്ടിൽ പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഗീവ് റൂം ഫോർ റിവർ. നമ്മൾ എല്ലാ വർഷവും നമ്മുടെ സംസ്ഥാനത്തെ തന്നെ കൊടുക്കുകയാണ് റൂം ഫോർ വെള്ളത്തിന്, റൂം ഫോർ റിവർ ആയിട്ട് കൊടുക്കാൻ. സ്റ്റേറ്റ് ഫോർ റിവർ, കമാൺ, സ്റ്റേറ്റ് ഫോർ റിവർ, റിവറിന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. പല 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 റിപ്പോർട്ടുകൾക്കും നമുക്ക് ഗാഡ്ഗിൽ കമ്മീഷന്റെ ഉൾപ്പെടെയുള്ളത് വന്നിട്ടുണ്ട്. അതൊക്കെ താങ്കൾ പഠിക്കണം. താങ്കൾ ഇപ്പൊ SIT വെച്ചിട്ട് താങ്കളുടെ പാർട്ടി സഖാക്കന്മാരല്ലല്ലോ, യുവപ്രവർത്തകർക്കും പാർട്ടി പ്രവർത്തകർക്കും എതിരെ നടന്ന ആക്രമണങ്ങളെ കുറിച്ച് SIT ടീമിനെ വെച്ച് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇനി കേരളത്തിനെ ഒരു പ്രളയത്തിന് വിട്ടുകൊടുക്കില്ല, ഇനി ഞാൻ കേരളത്തിനെ ഒരു മലയിടിച്ചിലിന് വിട്ടുകൊടുക്കില്ല എന്ന് ഒരു തീരുമാനമെടുക്കൂ. താങ്കളുടെ ചിരിക്കുന്ന മുഖം തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ അത് കത്തിര കയ്യിലെടുത്ത് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ചിത്രമായിട്ട് ഇപ്പൊ ഈ സാഹചര്യത്തിൽ കേട്ടോ, വിരുന്ന് കഴിച്ചുകൊണ്ട് എല്ലാവരുമായിട്ട് ഇരുന്ന് സന്തോഷിച്ചിരിക്കുന്ന ചിത്രങ്ങളും ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ടിൽ എവ്രിബഡി ഈസ് ബാക്ക് ഹോം. ഇതില് ബുദ്ധിമുട്ട് അനുഭവിച്ച എല്ലാവരും തിരിച്ച് വീടുകളിൽ സന്തോഷപൂർവ്വം എത്തി അവരുടെ വീടുകളൊക്കെ ആവാസയോഗ്യമാവുന്നത് വരെ താങ്കൾ മുന്നിൽ നിന്ന് നയിക്കൂ. അതാണ് ഞങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.